നല്ല അടിപൊളി RP സംഭവങ്ങളും ഗ്യാങ് RP ഉണ്ട്. ഗ്യാങ് RPയുടെ കേസൊന്നും അതിൽ പറയാന്ന് വെച്ചാൽ ഗ്യാങ് RP നമ്മളിപ്പോൾ സെർവർ ഇറങ്ങി 2 വീക്കിന് ഒന്നുമില്ല. അതായത് 2 വീക്കിന് സിറ്റി എക്സ്പ്ലോറിംഗ് ആണ്. ഒരു 2 വീക്ക് വരെ സിറ്റി എക്സ്പ്ലോറിംഗ് എന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ 2 വീക്കിന് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ആ ട്രെയിലറിൽ കണ്ട സാധനങ്ങളേ അല്ല. ആ ട്രെയിലർ കണ്ടെല്ലാം ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് എല്ലാം ഷോർട്ടാക്കിയിട്ടാണ് സംഭവം കാണിച്ചിട്ടുള്ളൂ. ആ കുറേ പേര് ആ ട്രെയിലറിൽ മറ്റേ എന്താ പറയുക, പാർക്കറൊക്കെ ഉണ്ടല്ലോ, പാർക്കറിൻ്റെ സംഭവം ഉണ്ടല്ലോ, പാർക്കറിൻ്റെ സാധനമൊക്കെ ഞാൻ ട്രെയിലർ എടുത്തിട്ട് കാണിച്ചുതരാം. സാധനം കാണിച്ചുതരാം. ട്രെയിലർ എടുത്തിട്ട് പാർക്കറിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, പാർക്കറിൻ്റെ സാധനം കാണിക്കുന്ന എല്ലാം ഒരു സംഭവമാണ്. ഞാൻ കാണിച്ചുതരാം, വെയിറ്റ് ചെയ്യും. എൻ്റെ വീഡിയോ എവിടെ? ഞാൻ ഇന്നലെ ലൈവ് വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതാ സെർവർ നെയിം എവിടുന്ന് കിട്ടിയേ? സെർവർ നെയിം അത് ഓൾറെഡി അവർ സജഷൻ ചെയ്ത് തോന്നുന്നത്. അത് സാധനം എന്നല്ല, ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധനം അത് എക്സ്ലാൻഡിസ്, നൈസ് സാധനം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വേറെ ഒരു സംഭവം ഉണ്ട് എക്സ്ലാൻഡ് സെർവറിൻ്റെ ഒരു ഇത് വെച്ചിട്ട്. പക്ഷെ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എക്സ്ലാൻഡിസ്. ഈ തീമും ലോഗോ ഹാഫിസ് പ്രോ ആണ് ഈ സംഭവം ഡിസൈൻ ചെയ്തതെന്നാണ് ഒരു വിശ്വാസം. സാധനം ചെയ്തത് നൈസായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. യു മീൻ പീറ്റർ പാർക്കർ അല്ലല്ല, ഈ സാധനം ഈ ഒരു സാധനം കണ്ടോ, പാർക്കർ മോഡ്. ഈ ഒരു സാധനം സ്പെഷ്യലി വരുന്നുണ്ട്. ഇത് പലരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ സാധനം ജസ്റ്റ് സിനിമാറ്റിക് സീന് മാത്രമാണ് ഈ സംഭവം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സാധനം വെച്ചാൽ കാണുന്നുള്ളൂ, ഇതിവിടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു കസ്റ്റം മോഡാണ്. അതായത് നമ്മൾ ഒരു ബട്ടൺ ട്രിഗർ ചെയ്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ബട്ടൺ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബട്ടൺ നമുക്ക് ഇഷ്ടമുള്ള ബട്ടൺ കീബൈൻഡ് ചെയ്യുക. ആ ബട്ടൺ കീബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ പാർക്കർ മോഡ് എനേബിൾ ആവും. അതായത് നമ്മൾ കളിക്കുന്ന ഇടയ്ക്ക് പാർക്കർ മോഡ് എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചാടി മറിഞ്ഞ് നമ്മൾ മതിലിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ ഇതേപോലെ ചാടി മറിഞ്ഞുള്ള അനിമേഷൻ രീതിയിൽ നമുക്ക് കയറാൻ പറ്റും. അതേപോലെ തന്നെ ബിൽഡിങ്ങിൽ കുത്തി കയറുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ ചാടി തിരിഞ്ഞ് കയറുന്നുണ്ടല്ലോ, ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടി പിടിച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ എവിടെ കയറുന്നുണ്ടായിരുന്നല്ലോ ഒരു ഗ്രൂപ്പ്. ഇതുണ്ടോ, ഇവിടെ നോക്കിക്കോട്ടോ, ഈ സാധനം കണ്ടോ? ആ സാധനം ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പാർക്കറിൽ. ഈ പാർക്കർ മോഡിൽ ഈ സാധനം ഒക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സിറ്റുവേഷൻസിലും ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ വാറ്, ടർഫ് അങ്ങനത്തെ തുടങ്ങിയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇതുള്ളത്. അതായത് സിറ്റുവേഷനിലൊക്കെ നമുക്ക് അടിപൊളി സീനാരിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മളൊരു ബട്ടൺ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ പാർക്കർ മോഡ് എനേബിൾ ആവും. ആ ബട്ടനെ ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ ജമ്പ് ആവും. സോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് അടിപൊളിയായിട്ട് ഓരോ മൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ചാടി മറിഞ്ഞ് ഓടിപ്പോയിട്ടൊക്കെ ചാടി മറിഞ്ഞ് ബിൽഡിങ് നമ്മളിങ്ങനെ ഇതിനുള്ള ബാക്കിലുള്ള ഇതേപോലെ തിരിഞ്ഞ് ചാടി മറിഞ്ഞൊക്കെ ഫയറിങ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സോ നമ്മൾ ഫയറിങ് സിറ്റുവേഷനൊക്കെ നൈസായിരിക്കും. മെയിനായിട്ട് ഫയറിങ് സിറ്റുവേഷൻ കൂടുതൽ നമ്മളൊരു RPയെ ഫോക്കസ് ചെയ്തിട്ടാണ് സംഭവം ചെയ്യുന്നത്. RPയും അതേപോലെ തന്നെ ഗണ്ണും ആ സംഭവങ്ങൾ വെച്ചിട്ട് ഈ ബിൽഡിംഗ് ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ നൈസായിരിക്കും. ബിൽഡിംഗ് സിറ്റുവേഷനിലൊക്കെ ന്യൂ പാർക്കർ സ്ക്രിപ്റ്റ് ഇത് കുറേ പേര് ശ്രദ്ധിച്ചിട്ടില്ല, എല്ലാവരും സിനിമാറ്റിക്കുള്ള സാധനമാണെന്ന് വിചാരിക്കുന്നത്. സോ അത് നൈസായിരിക്കും സംഭവം. പിന്നെ ഇതും സിനിമാറ്റിക്കാന്ന് പറയാം. ഇത് സംഭവം ആക്ച്വലി ഇതും ഒരു കസ്റ്റം, ഇതൊക്കെ സ്ക്രിപ്റ്റ്. ഇതിൽ ഈ സെർവറിലുള്ള എല്ലാ സംഭവങ്ങളും പെയ്ഡ് സാധനങ്ങൾ. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെൻ്റ്ലി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് പെയ്ഡ് സാധനങ്ങളാണ് എല്ലാം എടുത്തില്ല. ഒന്നും നമുക്ക് ലീക്ക്ഡ് സാധനങ്ങളോ, കാരണം ഇങ്ങനത്തെ സ്ക്രിപ്റ്റൊക്കെ നമുക്ക് ലീക്ക്ഡ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ യൂസ് ചെയ്താൽ ഞങ്ങൾക്ക് ഫൈൻ ബാൻ കിട്ടും വേറെ ആരൊക്കെ യൂസ് ചെയ്താൽ. അപ്പോൾ ലീക്ക്ഡ് സ്ക്രിപ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, എല്ലാം പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിയുള്ള സാധനങ്ങളാണ്. സോ ഇതൊരു മോഡാണ്, ഒരു വീലി മോഡാണ്. അത് നമ്മളൊരു ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു വീല് ബാലൻസ് ചെയ്ത്, കുറച്ച് പാടാണ് ഈ സാധനം ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കൊരു വീല് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ ബൈക്കിലുള്ള ഓരോ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഫ്രീ സ്റ്റൈൽ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സാധനം ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ വാട്ടർ ആക്ടിവിറ്റിയുടെ എന്തൊക്കെയാണ് വരുന്നത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഈ വാട്ടർ ആക്ടിവിറ്റിയുടെ സാധനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അറിഞ്ഞൂടാ. ഇത് കാർണിവലിൻ്റെ സാധനം നൈസാണ്. അതായത് നമ്മൾ TCARP ഉണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇവൻ്റൊക്കെ കണ്ടിരുന്നില്ലേ.
അതേപോലത്തെ അതിനേക്കാൾ കൂടുതൽ കുറേ സാധനങ്ങൾ ഇവൻ്റ് ഒന്നല്ല, നോർമൽ രീതിയിൽ തന്നെ സിറ്റിയിൽ എപ്പോൾ വേണമെങ്കിലും പോയാലും നമുക്ക് ഇതിലൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ഡെയിലി ഓരോ RP ചെയ്യാനുള്ള കുറേ സാധനങ്ങളാണ് ഇതൊക്കെ. ഒരേ സാധനമുണ്ട് കണ്ടില്ലേ, ബുള്ളറ്റ് വെടി വെക്കുന്ന സമയത്ത് കണ്ടോ കയറി പോകുന്നുണ്ടോ. നമ്മൾ നോർമൽ രീതിയിൽ കയറുന്നതിന് പകരം നമുക്ക് വെടി വരുന്ന സമയത്ത് നമുക്ക് പാർക്കർ മോഡിൽ പോലെ എങ്ങനെ ചാടി പറഞ്ഞ് ഈ സാധനം എനിക്കൊന്ന് തോന്നുന്നു കയറാൻ പറ്റില്ല. നോർമൽ രീതിയിൽ ഇത്ര ഹൈറ്റൊന്നും സാധാ സാധനം വെച്ച് സാധാ ജബ്ബിൽ കയറാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാർക്കർ മോഡ് വെച്ചിട്ട് കണ്ടോ സാധനം കയറിയ കണ്ടോ നൈസായിട്ട് കയറാൻ പറ്റും. പിന്നെ ഇത് വിഷയം